US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടങ്ങിവെച്ച വ്യാപാര യുദ്ധത്തിന്റെ ഭാഗമായി ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അധിക നികുതി ചുമത്താനുള്ള നീക്കം പ്രതികൂലമായി ബാധിക്കുക രാജ്യത്തെ ഫാർമസി ഓട്ടോ വ്യവസായ മേഖലയെ. ഏറ്റവും അധികം തിരിച്ചടിയാവുക കുറഞ്ഞ മാർജിനിൽ പ്രവർത്തിക്കുന്ന ചെറുകിട മരുന്ന് കമ്പനികൾക്കായിരിക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇന്ത്യൻ മരുന്ന് കമ്പനികളുടെ പ്രധാന വിപണിയിലൊന്നാണ് US. ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് താരിഫ് ചുമത്തുന്നത് ഉൽപാദന ചെലവ് കൂട്ടാൻ കാരണമാകും. ഇന്ത്യൻ വാഹന വ്യവസായത്തിന്റെ ചെറിയ വിപണി മാത്രമാണ് US എന്നതിനാൽ ട്രംപ് അധിക താരിഫ് ചുമത്തിയത് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മേഖലയ്ക്കും ഫാർമസി രംഗത്തെ അപേക്ഷിച്ച് കുറഞ്ഞ ആഘാതമേ സൃഷ്ടിക്കൂ. ഇന്ത്യയിൽ നിന്നും ഔഷധം ഇറക്കുമതിയും ഗണ്യമായ താരിഫ് ചുമത്താൻ US തീരുമാനിച്ചാൽ അതിന്റെ ആഘാതം രാജ്യത്തിന്റെ ഔഷധ മേഖലയിലുടനീളം കാര്യമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയും ഒപ്പം നമ്മുടെ ആഭ്യന്തര ഉപഭോഗത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഷാർദുൽ അമർചന്ദ് മംഗൾദാസ് കമ്പനി ഉടമ അരവിന്ദ് ശർമ്മ പറഞ്ഞു. 2022 US ഡോക്ടർമാർ കുറിച്ച മൊത്തം കുറിപ്പുകളിൽ 10ൽ 4 ഇന്ത്യൻ കമ്പനിയുടെ മരുന്നുകളായിരുന്നു. മൊത്തത്തിൽ ഇന്ത്യൻ കമ്പനികളിൽ നിന്നുള്ള മരുന്നുകൾ 2022 US ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന് $2019 ബില്യൺ, 2013-2022 വരെയുള്ള 10 വർഷത്തിനിടെ മൊത്തം $1.3 ട്രില്യൺ ലഭിച്ചത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ കമ്പനികളിൽ നിന്നുള്ള മരുന്നുകളിൽ നിന്ന് $1.3 ട്രില്യൺ അധിക ലാഭം പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഇന്ത്യയുടെ ഔഷധ വ്യവസായം അമേരിക്കൻ വിപണിയെയാണ് കാര്യമായി ആശ്രയിക്കുന്നത്. മൊത്തം കയറ്റുമതിയുടെ 1/3 US-ൽ നിന്നാണ്. എന്നാൽ US അവരുടെ ആഭ്യന്തര ആരോഗ്യ സംരക്ഷണ ചെലവുകൾ വർദ്ധിക്കുകയാണ് താരിഫ് ചുമത്തലിലൂടെ ചെയ്യുന്നതെന്നും ഇത് ആത്യന്തികമായി US-ലെ ഉപഭോക്താക്കൾക്ക് മേൽ അധിക ഭാരത്തിന് കാരണമാകുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഔഷധത്തിന്മേൽ താരിഫ് ചുമത്താനുള്ള നീക്കവുമായി US മുന്നോട്ടു പോവുകയാണെങ്കിൽ കയറ്റുമതി വിപണി രംഗത്ത് വൈവിധ്യവൽക്കരിക്കാൻ ഇന്ത്യൻ ഫാർമസി കമ്പനികളെ പ്രോത്സാഹിപ്പിക്കാനും സാധ്യതയുണ്ട്. അവർ യൂറോപ്പിലോ ലാറ്റിൻ അമേരിക്കയിലോ ആഫ്രിക്കയിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇന്ത്യയെ വളരെ ഉയർന്ന താരിഫ് രാഷ്ട്രമായി വിശേഷിപ്പിച്ച് ട്രംപ്. നിലവിൽ അമേരിക്കൻ മരുന്നുകൾക്ക് 10% ഇറക്കുമതി തീരുവയാണ് ഇന്ത്യ ചുമത്തുന്നത്. എന്നാൽ ഇന്ത്യൻ മരുന്നുകൾക്ക് US ഇറക്കുമതി തീരുവ ഈടാക്കുന്നുമില്ല.